ഹായ്, ഗുഡ് മോർണിംഗ്. സ്മാർട്ട് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ 2ാമത്തെ ലെസണിലേക്ക് പോകുന്നു. ചാപ്റ്റർ 2 ഇയർലി സ്റ്റേറ്റ്സ്, ആദ്യകാല രാഷ്ട്രങ്ങൾ. The children of Tingalmade Government School are very happy. Everyone has reached the conference hall to watch the broadcast of cultural exchange program. അപ്പോൾ ഇവിടെ ഒരു സ്കൂളാണ് തന്നിരിക്കുന്നത്. ഏതാണ്? തിങ്കൾമേട് സർക്കാർ വിദ്യാലയത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കുട്ടികളെല്ലാം വളരെ സന്തോഷത്തിലാണ്. എല്ലാവരും കോൺഫറൻസ് ഹാളിലേക്ക് എത്തിയിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? സാംസ്കാരിക വിനിമയ പ്രോഗ്രാം അല്ലേ, കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമിൻ്റെ പരിഭാഷ കോൺഫറൻസ് ക്ലാസ്സിൽ നടക്കുകയാണ്. അപ്പോൾ എല്ലാവരും അത് കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. ദ ഹെഡ് മാസ്റ്റർ ബിഗാൻ ടു സ്പീക്ക്. അപ്പോൾ ഹെഡ് മാസ്റ്റർ കുട്ടികളോട് സംസാരിക്കുന്നു. ഡിയർ ചിൽഡ്രൻ, ഹാവ് യു ഹേർഡ് അബൌട്ട് കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം? ദിസ് പ്രോഗ്രാം ഹെൽപ്പ് അസ് ടു അണ്ടർസ്റ്റാൻഡ് ദി ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസ് ആൻഡ് റീജിയൻ. അപ്പോൾ ഹെഡ് മാസ്റ്റർ കുട്ടികളോട് പറയാണ്, ഈ സാംസ്കാരിക വിനിമയ പരിപാടിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പല രാജ്യങ്ങളിലെയും അല്ലെങ്കിൽ പല പ്രദേശങ്ങളിലെയും ചരിത്രത്തെക്കുറിച്ചും അതെനിക്ക് സംസ്കാരത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് അറിയാനായിട്ട് ഈ പരിപാടി കൊണ്ട് സാധിക്കുന്നു. Every year, such an cultural exchange program are organized, bringing together students representative from various കൺട്രീസ്. അപ്പോൾ എല്ലാ വർഷവും ഈ പരിപാടി നടത്തുന്നു. അപ്പം പിന്നെ ലോകത്തിലെ എല്ലാ മിക്കുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള കുട്ടികളൊക്കെ ഇവിടേക്ക് എത്താറുണ്ട്. This year, student representatives from Greece, Iran and Italy participated in the program organized by India. അപ്പോൾ ഈ വർഷത്തെ പ്രോഗ്രാം നടത്തുന്നത് ഇന്ത്യയാണ്. ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുക്കുന്നത്? ഗ്രീസ്, ഇറാൻ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലെ കുട്ടികൾ ഇവിടെ പങ്കെടുക്കുന്നു. ഈച്ച് റെപ്രസെൻറ്റേറ്റീവ് ഷെയർ ദ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഓഫ് ദെയർ റെസ്പെക്റ്റീവ് കൺട്രി. അപ്പോൾ ഓരോ രാജ്യത്തിലെയും കുട്ടികൾ അവരുടെ സംസ്കാരത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ എക്സ്പ്ലനേഷനിൽ നിന്ന് നമുക്ക് ഓരോ രാജ്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അദീന ഫ്രം ഗ്രീസ് ഷെയർ ദ ഡീറ്റെയിൽസ് ഓഫ് ഹർ കൺട്രി ബൈ ഡിസ്പ്ലേയിങ് ദ ഒളിമ്പിക് സിമ്പൽ. അപ്പോൾ അവിടെ ഒളിമ്പിക്സിൻ്റെ സിമ്പൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒളിമ്പിക്സിൻ്റെ സിമ്പൽ വച്ചിട്ടാണ് അദീന അവളുടെ രാജ്യമായിട്ടുള്ള ഗ്രീസിനെ കുറിച്ച് പറയുന്നത്. Friends, are you familiar with this symbol? The Olympics, in which the whole world enthusiastically participate today, originate in ancient Greece. അപ്പോൾ അവൾ പറയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചിഹ്നം അറിയാലോ. ഇത് ഒളിമ്പിക്സ് പിന്നെ ലോകത്തിലേക്ക് എല്ലാ രാജ്യങ്ങളും പങ്കെടുക്കുന്ന ഒന്നാണ് ഒളിമ്പിക്സ്. ഈ ഒളിമ്പിക്സ് ആരംഭം കുറിച്ചത് ഗ്രീസിലാണ്. എവിടെയാണ്? ഗ്രീസിലാണ്. ദ ഡെമോക്രസി ദാറ്റ് ഒറിജിനേറ്റ് ഇൻ ഗ്രീസ് സിറ്റി സ്റ്റേറ്റ്സ് ഓഫ് ഏതൻസ് ഈസ് അവർ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ടു വേൾഡ്. അതുപോലെ തന്നെ ഗ്രീക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിറ്റി സ്റ്റേറ്റ് നഗരരാഷ്ട്രമായിട്ടുള്ള ഏതൻസിലാണ് ഡെമോക്രസി ഒറിജിനേറ്റ് ചെയ്തത്. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? ജനാധിപത്യം. നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു ഭരണ സംവിധാനം അല്ലേ. നമ്മുടെ റെപ്രസെൻറ്റേറ്റീവിനെ നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു ഒന്നാണെന്ത്? ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡെമോക്രസി ഒറിജിനേറ്റ് ചെയ്തത് എവിടെയാണ്? ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ് ഓഫ് ഏതൻസ്. ഏതൻസ് എന്ന് പറയുന്ന നഗരരാഷ്ട്രത്തിലാണ് രൂപം കൊണ്ടത്. ഗ്രീസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ സൗത്ത് ഈസ്റ്റേൺ യൂറോപ്പ്. ഗ്രീസ് സൗത്ത് ഈസ്റ്റേൺ യൂറോപ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗ്രീസ് ഈസ് മൈ കൺട്രി ഈസ് റിച്ച് ഇൻ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് സച്ച് ആസ് ഐസൊലേറ്റഡ് വാലീസ് ലൊക്കേറ്റഡ് ഹൈ എബവ് ദ സീ ലെവൽ, ഹിൽസ്, സ്മാൾ മൗണ്ടൻസ്. അപ്പോൾ അവൾ പറയാണ്, അവളുടെ രാജ്യത്ത് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട ഐസൊലേറ്റഡ് ആയിട്ടുള്ള വാലീസ്, താഴ്വരകളുണ്ട്, അത് കണക്ക് തന്നെ കുന്നുകളുണ്ട്, പർവ്വതങ്ങളുണ്ട്. ഇതൊക്കെ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു രാജ്യമാണ് ഗ്രീസ് എന്നാണ് ആര് പറയുന്നത്? അദീന അവളുടെ രാജ്യത്തെക്കുറിച്ച് പറയുന്നത്.
ഹാവ് യു ലിസൺ ടു അദീനാസ് ഡിസ്ക്രിപ്ഷൻ? വാട്ട് ആർ ഡീറ്റെയിൽസ് യു ഹാവ് ഗോട്ട് ഫ്രം ഇറ്റ്? അപ്പോൾ അദീന ഇവിടെ പറഞ്ഞതിൽ നിന്ന് എന്തൊക്കെയാണ് നമ്മൾ ഗ്രീസിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിവ് കിട്ടി? പറഞ്ഞേ. ഒളിമ്പിക്സ് സ്റ്റാർട്ടഡ് ഇൻ ഏൻഷ്യൻറ്റ് ഗ്രീസ്. ഗ്രീസിലാണ് ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ഗ്രീസിലാണ് ഒളിമ്പിക്സ് ആരംഭിച്ചത്. പിന്നെ നമുക്ക് പറയാം ഡെമോക്രസി ഒറിജിനേറ്റഡ് ഇൻ ദ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ് ഓഫ് ഏതൻസ് ഗ്രീക്കിലെ സിറ്റി സ്റ്റേറ്റിലായ ഏതൻസിലാണ് ഡെമോക്രസി ഒറിജിനേറ്റ് ചെയ്തത്. പിന്നെ ഗ്രീസ് ലൊക്കേറ്റഡ് ഇൻ സൗത്ത് ഈസ്റ്റേൺ യൂറോപ്പ്. പിന്നെ എന്താണ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സൊക്കെ എന്തൊക്കെയാണ്? ഐസൊലേറ്റഡ് വാലീസ് ലൊക്കേറ്റഡ് ഹൈ എബോവ് ദ സീ ലെവൽ, സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്ന സ്ഥിതി ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഉള്ള പ്രത്യേകതകൾ ഉള്ള ഒരു രാജ്യമാണിത് ഗ്രീസ്. ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ്, ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങൾ. സിറ്റി സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നഗര രാഷ്ട്രങ്ങൾ. ഇനി ഏൻഷ്യൻറ്റ് ഗ്രീസ് വില്ലേജ് വെയർ ദി മെയിൻ സെറ്റിൽമെൻറ്റ്. അപ്പം പണ്ട് കാലങ്ങളിൽ എന്താണ്? ഗ്രാമങ്ങളായിരുന്നു ജനങ്ങൾ കൂടുതലായിട്ട് വസിച്ചിരുന്നത്. ആസ് അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ് ഡെവലപ്ഡ് സിറ്റീസ് വെയർ ഫോമഡ്. അപ്പോൾ അത് കണക്ക് കൃഷിയും വ്യാപാരവും വാണിജ്യവും ഒക്കെ കൂടിയപ്പോൾ എന്ത് ഉണ്ടായി? സിറ്റികൾ ഫോം ചെയ്തു. ഇവഞ്ച്വലി എ സിറ്റി ആൻഡ് എ നമ്പർ ഓഫ് സറൗണ്ടിങ് വില്ലേജ് കെയിം ടുഗദർ ആൻഡ് ബിഗാൻ ടു ട്രാൻസ്ഫോം ഇൻ ടു ദി സിറ്റി സ്റ്റേറ്റ്സ്. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? സിറ്റികളും അതിന് അതിൻ്റെ അടുത്തായിട്ടുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ ചേർന്നാണ് എന്ത് രൂപം കൊണ്ടത്? സിറ്റി സ്റ്റേറ്റ്സുകൾ രൂപം കൊണ്ട്, നഗരരാഷ്ട്രങ്ങൾ രൂപം കൊണ്ട്. ദീസ് സിറ്റി സ്റ്റേറ്റ്സ് ആർ നോൺ ആസ് പോളിസ്. ഇങ്ങനെയുള്ള നഗരരാഷ്ട്രങ്ങളെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? പോളിസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ മേജർ സിറ്റി സ്റ്റേറ്റ്സ് എക്സിസ്റ്റഡ് ഇൻ ഏൻഷ്യൻറ്റ് ഗ്രീസ്. ഏൻഷ്യൻറ്റ് ഗ്രീസിൽ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട സിറ്റി സ്റ്റേറ്റ്സുകൾ ഏതൊക്കെയാണ് നോക്കിയേ? മാപ്പിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ റൗണ്ടിലായിട്ട് കൊടുത്തിട്ടുണ്ട് പ്രധാനപ്പെട്ട സിറ്റി സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്. സ്പാർട്ട, ഏതൻസ്, തീബ്സ്, കൊറിന്ത്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സിറ്റി സ്റ്റേറ്റ്സ്? മാപ്പിലേക്ക് നോക്കുക. ഏതൊക്കെയാണ്? തീബ്സ്, ഏതൻസ്, കൊറിന്ത്, സ്പാർട്ട. ഇതാണ് പ്രധാനപ്പെട്ട സിറ്റി സ്റ്റേറ്റ്സുകൾ. സീ ഓർ ഹൈ മൗണ്ടൻസ് സെപ്പറേറ്റഡ് ദ സിറ്റി സ്റ്റേറ്റ്സ് ഓഫ് ഏൻഷ്യൻറ്റ് ഗ്രീസ് ഫ്രം ഈച്ച് അതർ. അപ്പം ഒന്നുകിൽ കടൽ അല്ലെങ്കിൽ പർവ്വതങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ഈ ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങളെ വേർതിരിക്കുന്നു. ഇപ്പോൾ ഐസൊലേറ്റഡ് ആണെന്ന് പറഞ്ഞു അല്ലേ? ഒറ്റപ്പെട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെ എന്തോന്ന്? അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണെങ്കിലും എന്ത് ചെയ്തു? ഒറ്റപ്പെട്ട രീതിയിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. So each city state was isolated. Because of this, a uniform administrative system was absent in ancient Greece. Athens and Sparta were the major city states of Greece. അതുകൊണ്ട് ഇത് അടുത്തടുത്ത് കിടക്കുന്നെങ്കിലും ഒരു യൂണിഫോം ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, ഒരു ഭരണ വ്യവസ്ഥ ഇവിടെ നിലനിന്നിരുന്നില്ല. അതുകൊണ്ട് ഏതൻസും അതിനകത്ത് സ്പാർട്ടയുമായിരുന്നു പ്രധാനപ്പെട്ട നഗരരാഷ്ട്രങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തേതാണ് ഏതൻസ്. നോക്കാം. ഹൗ ഡു യു ചൂസ് യുവർ ക്ലാസ് ടീച്ചർ ആൻഡ് ക്ലാസ് ലീഡർ? നിങ്ങൾ സ്കൂൾ ലീഡറിനെ അതെനിക്ക് ക്ലാസ് ലീഡറിനെയൊക്കെ തിരഞ്ഞെടുക്കുന്നു. എങ്ങനെയാണ് ക്ലാസ് ലീഡറിനെയൊക്കെ തിരഞ്ഞെടുക്കുന്നത്? ത്രൂ കളക്റ്റീവ് ഡിസിഷൻ ഓർ വോട്ടിങ്. അപ്പോൾ നമ്മൾ ഏറ്റവും ഭൂരിഭാഗം വ്യക്തികളും പറയുന്നത് ആരെയാണോ അപ്പോൾ അവരെ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വോട്ട് വഴി അല്ലേ? നമുക്ക് ഒരു വ്യക്തിയെ നമുക്ക് ലീഡറാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ വ്യക്തിയെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇലക്ഷന് നിർത്തുകയും അവരെ വോട്ടിൻ്റെ സഹായത്തോടു കൂടി വിജയിപ്പിക്കുകയും ചെയ്യുന്നു. ആ വിജയിച്ച വ്യക്തി അല്ലെങ്കിൽ അതാണ് സ്റ്റുഡൻസ് റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ സ്കൂൾ റെപ്രസെൻറ്റേറ്റീവ്, അവരുടെ ലീഡറായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ഈ രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെമോക്രസി എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി സിസ്റ്റം വിച്ച് പീപ്പിൾ ഇലക്ട് ദെയർ റൂളർ ഇൻ ദിസ് വേ? ഇങ്ങനെ ജനങ്ങൾ തന്നെ ജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവിനെ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായമാണ് ഇത് ഡെമോക്രസി എന്ന് പറയാം. ദ ഇനിഷ്യൽ ഫോം ഓഫ് ഡെമോക്രസി ഒറിജിനേറ്റഡ് ഇൻ ഗ്രീക്ക് സിറ്റി ഓഫ് ഏതൻസ്. അപ്പോൾ ഏതൻസിലാണ് ഏത് രൂപം കൊണ്ടത്? ഡെമോക്രസി രൂപം കൊണ്ടത്. ആൾ മെൻ ഹാവിങ് citizenship in Athens participated in electing ruler and making law when women, slaves and foreigners did not have citizenship status. അപ്പോൾ ഏതൻസിലെ പൗരത്വമുള്ള വ്യക്തികൾക്ക് എല്ലാവർക്കും എന്തിൽ പങ്കെടുക്കാം?
വോട്ടിൽ പങ്കെടുക്കാം. പക്ഷേ എന്താണ്, സ്ത്രീകൾക്കും അതേ കണക്ക് തന്നെ സ്ലേവ്സിനും ഫോറിനേഴ്സിനും വോട്ടിങ്ങിൽ പങ്കെടുക്കത്തില്ല. അവർക്ക് എന്തുണ്ടായിരുന്നില്ല? പൗരത്വ പദവി ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്ത്രീകൾക്ക് സമൂഹത്തിൽ വളരെ താഴ്ന്ന സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. It was during the time of Pericles that democracy began to expand in Athens. അപ്പോൾ പെരിക്ലീസിൻ്റെ സമയത്താണ് ജനാധിപത്യം ഒന്നുകൂടി വിപുലമാക്കാനായിട്ട് തുടങ്ങിയത്. ദ പൊളിറ്റിക്കൽ ബോഡി ഓഫ് ഏതൻസ് വാസ് നോൺ ആസ് അസംബ്ലി. അപ്പോൾ എന്താണ് ഇവിടുത്തെ രാഷ്ട്രീയ സഭ അല്ലെങ്കിൽ അസംബ്ലിക്ക് പറയുന്ന പേരാണ് പൊളിറ്റിക്കൽ ബോഡിക്ക് പറയുന്ന പേരാണ് അസംബ്ലി. പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ത് നോക്കിയേ? എ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ദാറ്റ് ഗേവ് ഇമ്പോർട്ടൻസ് ടു ആർട്ട് ആൻഡ് കൾച്ചർ. അപ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസ രീതിക്ക് കലയ്ക്കും സംസ്കാരത്തിനുമൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുത്താണ് നിലനിന്നിരുന്നത്. 2 years ഓഫ് കമ്പൾസറി മിലിറ്ററി സർവീസ് ഫോർ ബോയ്സ്. അപ്പോൾ ആൺകുട്ടികൾക്ക് കമ്പൾസറി ആയിട്ട് 2 വർഷം എന്തിൽ പങ്കെടുക്കണം? മിലിട്ടറിയിൽ ജോയിൻ ചെയ്യണം. എ സ്ട്രോങ് നേവി ആൻഡ് മിലിട്ടറി. ശക്തമായിട്ടുള്ള നേവിയും അത് കണക്ക് തന്നെ ആർമിയും ഉണ്ടായിരുന്നു. അടുത്തതാണ് സ്പാർട്ട. അൺലൈക്ക് ഏതൻസ്, സ്പാർട്ട ഹാസ് അരിസ്ട്രോക്രാറ്റിക്. അപ്പോൾ ഏതൻസിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പ്രഭുഭരണമാണ് സ്പാർട്ടയിൽ നിലനിന്നിരുന്നത്. അപ്പോൾ ഏതൻസിൽ ഡെമോക്രസിയാണ്, സ്പാർട്ടയിൽ അരിസ്ട്രോക്രാറ്റിക് ആയിരുന്നു. The education system that existed in Sparta emphasized traditional value and military training. അപ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസ രീതിയിലെന്ന് പറയുന്നത് സൈനിക പരിശീലനത്തിനൊക്കെ മുൻതൂക്കം നൽകിയ ഒരു വിദ്യാഭ്യാസം, അത് കണക്ക് തന്നെ പാരമ്പര്യമായിട്ടുള്ള മൂല്യങ്ങൾ, ഇതൊക്കെയായിരുന്നു അവരുടെ വിദ്യാഭ്യാസത്തിന് പരിഗണിച്ചിരുന്നത്. ഇൻ സ്പാർട്ട ബോയ്സ് വെയർ റിക്വയർഡ് ടു സെർവ് ദ മിലിറ്ററി ഫോർ 23 years. അപ്പോൾ 23 വയസ്സായി കഴിഞ്ഞാൽ കമ്പൽസറി ആയിട്ട് മിലിറ്ററി സർവീസിൽ ജോയിൻ ചെയ്യണമായിരുന്നു. The Persian Empire, which was hostile to Greek city-states, were invaded the conquered by the combined army of Athens and Sparta. അപ്പോൾ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സുമായിട്ടൊക്കെ വിരോധത്തിലായിരുന്നു പേർഷ്യൻ എംപയർ. അപ്പോൾ ഈ പേർഷ്യൻ സാമ്രാജ്യത്തിനെ കമ്പൈൻഡ് ആർമി ആയിട്ടുള്ള ഏതൻസും സ്പാർട്ടയും ഒരുമിച്ച് നിന്ന് യുദ്ധത്തിൽ പരാജയപ്പെട്ടു. ദിസ് വാർ വെയർ നോൺ ആസ് ഗ്രീക്കോ പേർഷ്യൻ വാർ. ഈ യുദ്ധത്തിനെ വിളിച്ചിരുന്ന പേരെന്താണ്? ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ അതൊക്കെ നല്ലതുപോലെ പഠിക്കണം, അത് നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. But later Sparta, which became hostile to Athens, formed an alliance with certain city-states and waged war against Athens. In this war, known as Peloponnesian War, Sparta emerged various. എന്നാൽ കുറേ നാളുകൾക്ക് ശേഷം എന്ത് ചെയ്തു? അപ്പോൾ ഏതൻസും സ്പാർട്ടയുമായിട്ട് ശത്രുതയിലാവുകയും രണ്ടുപേരും കൂടെ എന്ത് ചെയ്തു? യുദ്ധം ചെയ്തു. ഇപ്പോൾ സ്പാർട്ട എന്ത് ചെയ്തു? ചെറിയ സിറ്റി സ്റ്റേറ്റ്സുകളുമായിട്ടൊക്കെ സമ്പർക്കത്തിൽ വരികയും സഖ്യത്തിൽ ഏർപ്പെടുകയൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്തു? സ്പാർട്ടയെ പരാജയപ്പെടുത്തി. ആ യുദ്ധത്തിനെ വിളിക്കുന്ന പേരാണ് പെലപ്പനേഷ്യൻ യുദ്ധങ്ങൾ. എന്താണ്? പെലപ്പനേഷ്യൻ വാർ എന്നറിയപ്പെടുന്നു. അതിൽ ആര് വിജയിച്ചു? സ്പാർട്ട വിജയിക്കുകയും ചെയ്തു. നോക്കിയേ, മാരത്തോൺ റൈസ്. അപ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും മാരത്തോൺ ഓട്ടം എന്ന് പറയുന്നത്. ഡ്യൂറിങ് ദ ഗ്രീക്കോ പേർഷ്യൻ വാർ, ദ ഗ്രീക്ക് ആൻഡ് പേർഷ്യൻസ് ഫോട്ട് അറ്റ് മാരത്തോൺ ലൊക്കേറ്റഡ് അബൌട്ട് 26 miles ഫ്രം ഏതൻസ്. അപ്പോൾ ഗ്രീക്കോ പേർഷ്യൻ യുദ്ധത്തിൽ എന്ത് ചെയ്തു? ഏതൻസും അത് കണക്ക് തന്നെ ഗ്രീക്കും അത് കണക്ക് തന്നെ പേർഷ്യക്കാരും 24 കിലോമീറ്റർ അകലെ നിന്നാണ് എന്താണ് ഗ്രീക്കിൽ നിന്നും 26 മൈൽ അകലെ വെച്ചാണ് യുദ്ധം ചെയ്തത്. ദ ഗ്രീക്ക് എമർജഡ് വിക്ടോറിയസ് ഇൻ ദിസ് ബാറ്റിൽ. അപ്പോൾ ഗ്രീക്കുകാർ ആ യുദ്ധത്തിൽ വിജയിച്ചു. എ മെസ്സഞ്ചർ വാസ് സെൻഡ് ടു ഏതൻസ് ടു ഡെലിവർ ദ ന്യൂസ് ഓഫ് ദർ ട്രയംപ്. അപ്പോൾ അവരുടെ വിജയത്തിൻ്റെ ആഘോഷത്തെക്കുറിച്ചൊക്കെ പറയുന്നതിന് വേണ്ടി ഒരു മെസ്സഞ്ചറെ എങ്ങോട്ട് അയച്ചു? ഗ്രീസിലേക്ക് അയച്ചു.
ആഫ്റ്റർ റണ്ണിങ് ഫോർ ദ എൻറ്റയർ ഡിസ്റ്റൻസ് ഹി ജോയ്ഫുള്ളി ഷൗട്ടഡ് റിജോയ്സ് വി ഹാവ് വോൺ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, നമ്മൾ വിജയിച്ചു എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തിലൂടെ ഇത്രയും ദൂരം ഓടിയെത്തി. അപ്പോൾ ഇത്രയും ദൂരം ഓടിയപ്പോൾ എന്ത് ചെയ്യും, അദ്ദേഹത്തിന് ശ്വാസത്തിനൊക്കെ ബുദ്ധിമുട്ട് കൊണ്ടുപോയി. ആസ് ഹി റാൻ എ വെരി ലോങ് ഡിസ്റ്റൻസ് ഹി ഡൈഡ് ഇമ്മീഡിയറ്റ്ലി. ദിസ് മെമ്മറി ഓഫ് ദിസ് ഈവൻസ് ദ ലോങ് ഡിസ്റ്റൻസ് റേസ് കെയിം ടു ബി നോൺ ആസ് മാരത്തോൺ റേസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക്, ആ വിജയത്തിൻ്റെ ഓർമ്മയ്ക്ക് ആണ് എന്ത്, മാരത്തോൺ റേസ് നടത്തിയത്. അടുത്തത് ഹെറോഡോട്ടസ് ആൻഡ് തൂസിഡൈഡ്സ്. ഹിസ്റ്ററി ഈസ് ദി ഫേമസ് വർക്ക് ബേസ്ഡ് ഓൺ ദി ഗ്രീക്കോ പേർഷ്യൻ വാർ. അപ്പോൾ ഗ്രീക്കോ പേർഷ്യൻ വാറിനെ അടിസ്ഥാനമാക്കിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഹിസ്റ്ററീസ്. ഇറ്റ് കൺസിഡേർഡ് ടു ബി ദി ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ വർക്ക് ഇൻ ദി വേൾഡ്. ലോകത്തിലേക്ക് തന്നെ ഒരു ഹിസ്റ്റോറിക്കൽ വർക്കാണ് ഇത് ഹിസ്റ്ററീസ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് റിട്ടൺ ബൈ ഹെറോഡോട്ടസ് ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഹിസ്റ്ററി. ഇത് ആരാണ് എഴുതിയത്? ഹെറോഡോട്ടസ്, ഫാദർ ഓഫ് ഹിസ്റ്ററി, ഹിസ്റ്ററിയുടെ പിതാവായിട്ടുള്ള ഹെറോഡോട്ടസ് ആണ് ഇത് രചിച്ചത്. The Peloponnesian War between Sparta and Athens is recorded the historian Thucydides. The name of this work is The History of the Peloponnesian War. എന്താണ്, സ്പാർട്ടയും ഏതൻസും തമ്മിലുള്ള യുദ്ധത്തിനെ കുറിച്ച് പരാമർശിക്കുന്ന കൃതിയാണ് ഇത് ഹിസ്റ്ററി ഓഫ് ദി പെലപ്പനേഷ്യൻ വാർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇത്രയും ക്ലാസ് കേൾക്കുക, നല്ലതുപോലെ പഠിക്കുക, ടീച്ചറിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.